ഇത്രയും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ തോന്നി കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ മാവൊക്കെ തയ്യാറാക്കി ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയേ, നമ്മൾ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. അതായത് നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി 1.5 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു 1.5 കപ്പ് നാളികേരം ചെരുകിയതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തിരി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ചോറൊക്കെ എടുത്ത ആ കപ്പുണ്ടല്ലോ, ആ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് ഇട്ടാ. പിന്നെ ഒരു 3 ടീസ്പൂണ് ചോറ്, പിന്നെ നമ്മളൊരു 1/4 കപ്പ് അവിൽ ഇതാ നന്നായി കഴുകി വെള്ളത്തിലൊക്കെ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ള അവിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതാ ഒരു 4 ഏലക്കായയുടെ കുരു തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ 1 ടീസ്പൂണ് ഈസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ അതേ സെയിം ഗ്ലാസ് കൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര അലിയുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ വേണം ഒഴിക്കാനായിട്ട്. നന്നായിട്ട് അരിപ്പൊടിയുടെ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. ഈ ഒരു അളവ് കണ്ട, ഈ ഒരു അളവാണ് നമുക്ക് ആവശ്യം. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു നുള്ള് ഇട്ടാൽ പേരിന് ഉപ്പിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചില്ല, അതേ അളവിൽ കണ്ടോ, അത്രേ ഉള്ളൂ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു അളവിലാണ് നമ്മൾ എന്താ പറയുക റെഡിയാക്കി എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാറിലടിക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ അളവ് കൃത്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ജാറിൽ ഇട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ മാവ് ഇതാ കണ്ടോ, ഈ ഒരു അളവ് കണ്ട, ഇതാണ് കേട്ടോ പാകം. അപ്പം ഇനി ഇങ്ങനെ തന്നെ ഒരു 1.5 മണിക്കൂർ ഇരിക്കട്ടെ. നന്നായിട്ട് വീറി വരും കേട്ടോ. 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയേ, കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട്. നമുക്കൊന്നിങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് ഇത് അടുപ്പത്ത് കയറ്റാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുള്ളത്. വെള്ളം നന്നായി തിളച്ച് ആവിക്ക് ഒന്ന് പുറത്തേക്ക് വരട്ടെ കേട്ടോ. ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ചിട്ട് ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു കിണ്ണെടുത്തിട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. സൈഡിലേക്കൊക്കെ നന്നായി ആവേണ്ട പോലെ തന്നെ ഒന്ന് പുരട്ടി കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. നമുക്കിതാ കണ്ടോ, ഇഡ്ഡലി ചെമ്പിനൊരു തട്ടുണ്ട്. ആ തട്ടിൻ്റെ മുകളിലേക്കായിട്ടോ നമ്മൾ വെച്ച് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ടും കൂടി മുകളിൽ വെച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ കിണ്ണത്തിലിതാ നെയ്യ് പുരട്ടി കൊടുക്കും. രണ്ട് കിണ്ണത്തപ്പത്തിനാണ് ഉണ്ടാവുക. അപ്പം ഞാനിതാ ഇതുകൊണ്ട് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ അളവിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ 2 കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നല്ല ഫുൾ തീയിൽ തന്നെ നന്നായിട്ട് ആവി വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് അതേപോലെ തന്നെ നന്നായിട്ട് ആവി വരിക. അത് കഴിഞ്ഞ് ഒന്ന് തീ കുറച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് നമുക്ക് തുറന്നു കഴിഞ്ഞ് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കുണ്ടല്ലോ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഒരു മുന്തിരി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ആ ചൂടിൽ ആ മുന്തിരി ഒന്ന് പാകായോളും. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതാ പുറത്തേക്ക് ഇറക്കാം. ചൂടുണ്ട് കേട്ടോ. അതേപോലെ ഇതിലും ഞാനിത് ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഞാനെടുക്കുന്നത് നോക്കിയിരിക്കുമോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. എങ്കിലാണ് നമുക്കതിങ്ങനെ വിട്ടെടുക്കാൻ പറ്റുള്ളൂ. ചൂടാറിട്ടിരുന്ന്. അപ്പോൾ നോക്കി നമ്മുടെ വട്ടയപ്പം ഇതാ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടാണ്. നന്നായി ചൂടാറി. കാരണം ഇത്തിരി വൈകിട്ടാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ നോക്കി കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ വിട്ട് വരും. ഇതാ ഓക്കെ, നല്ല ഭംഗിയുള്ള കിണത്തപ്പാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അത് മാത്രമല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതും കൂടി എടുക്കട്ടെ. രണ്ട് കിണ്ണത്തപ്പം നമ്മൾക്ക് സുഖമായിട്ട് ഈ ഒരളവിൽ മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഒരെണ്ണം മുറിച്ച് ഞാൻ കാട്ടിത്തരാം കേട്ടോ. കണ്ടോ നല്ല സോഫ്റ്റാണ്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷൈഡിന് വിളിക്കട്ടെ കേട്ടോ. കട്ട് ചെയ്ത് തന്നെ വെച്ചാ ഇത് ഞാൻ എടുക്കാം തന്നെ. ഓക്കെ, നമ്മുടെ വട്ടയപ്പം കണ്ട വേണ്ട. ആയ് തൊട്ടാൽ മതി. തൊട്ടാൽ ഇതാവും പോണ്. അടിപൊളിയാ. നല്ല രസമുണ്ട് അത് കഴിയാൻ. അടിപൊളിയാ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ വട്ടയപ്പം ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്